प्रतिबोधितां भगवता नारायणेन स्वयं व्यासेन ग्रथितां पुराणमुनिना मध्ये महाभारतम्. ഗീതാധ്യാനം, ഗീതയെക്കുറിച്ചുള്ള ധ്യാനം 9 ശ്ലോകങ്ങളുള്ള ഒരു സംസ്കൃത കവിതയാണ്. ഇത് സാധാരണയായി ഹിന്ദുക്കളുടെ ഏറ്റവും പ്രചാരമുള്ള ഗ്രന്ഥമായ ഭഗവത്ഗീത വായന ആരംഭിക്കുന്നതിന് മുമ്പ് പാടാറുള്ളതാണ്. ഗീതയുടെ സന്ദേശത്തിൻ്റെ ശക്തിയെക്കുറിച്ചും ഉപനിഷത്തുകളുടെ സാരാംശം എങ്ങനെയാണെന്നും ഇത് സനാതനധർമ്മത്തിൻ്റെ സന്ദേശമായി മാറുന്നു. ഓം പാർത്ഥായ പ്രതിബോധിതാം. ഈ ഖണ്ഡത്തിലെ ആദ്യത്തെ 3 വരികൾ ഗീതയെ വിവരിക്കുന്ന നാമവിശേഷങ്ങളാണ്. അർജുനന് പകർന്നു നൽകിയ അറിവാണ്. ആത്യന്തികമായി പരമമായ സത്യത്തിൻ്റെ സാക്ഷാത്കാരം നൽകുന്നു. ഭഗവതാ നാരായണേന സ്വയം. അതായത് ഭഗവാൻ നാരായണൻ തന്നെയാണ് അർജുനനെ ഇത് പഠിപ്പിക്കുന്നത് എന്നാണ്. നാരായണ എന്ന ഈ വാക്ക് മനോഹരമാണ്. അതിനർത്ഥം നരസ്യ അയനം ഇതി നാരായണം. നാരായണം തീർച്ചയായും ഭഗവാന്റെ നാമമാണ്. ഇതിനർത്ഥം നാം എല്ലാവരും നടക്കുന്ന പാത ഭഗവാന്റെ ഈ പാതയാണ്. അതാണ് ആത്യന്തിക ലക്ഷ്യം, നമ്മുടെ ആത്യന്തിക കഥ. വ്യാസേന ഗ്രഥിതാം പുരാണമുനിനാ മധ്യേ മഹാഭാരതം. എല്ലാ പുരാണങ്ങളും എഴുതിയ വ്യാസൻ എന്ന മഹാനായ മുനി, അദ്ദേഹം ഈ ഗീതയെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എവിടെയാണ്? മധ്യേ മഹാഭാരതം, മഹാഭാരതത്തിൻ്റെ മധ്യത്തിൽ. അർത്ഥം ഗീത ഭൗതികമായി മഹാഭാരത പാഠത്തിൻ്റെ മധ്യത്തിലാണ്. എന്നാൽ ഗീതയുടെ ഈ പഠിപ്പിക്കൽ മഹാഭാരത യുദ്ധഭൂമിയുടെ മധ്യത്തിലുമാണ്. ഓം പാർത്ഥായ പ്രതിബോധിതാം ഭഗവതാ നാരായണേന സ്വയം വ്യാസേന ഗ്രഥിതാം പുരാണമുനിനാ മധ്യേ മഹാഭാരതം.